ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു മുട്ട റോസ്റ്റാണ്. അതിനുവേണ്ടി നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. സവാളയൊന്ന് ചൂടായതിന് ശേഷമാണ് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട റോസ്റ്റാണ്. ഇനി നന്നായി വഴറ്റാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നന്നായിട്ട് വഴഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് മാറിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ എണ്ണ തെളിയുന്ന വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളിയും സവാളയെല്ലാം നന്നായിട്ട് വഴന്നു വരും, വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.